ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ തോമസ് AD 52 ഇന്ത്യയിലെ കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ മുസീരീസ് തീരത്തെത്തിയത്. തോമസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളെപ്പറ്റിയും സ്ഥാപിച്ച ദേവാലയങ്ങളെപ്പറ്റിയും ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. മാർത്തോമാ നസ്രാണികൾ എന്ന പേരിൽ ഒരു വലിയ ക്രൈസ്തവ സമൂഹം ഈ നാട്ടിൽ ഇന്നും ഉണ്ട്. ഇതുതന്നെ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ തെളിവാണ്. തോമസ് ലീഹ പ്രാർത്ഥിച്ച പള്ളികളും മലകളും ഇന്നും സംപൂജ്യമായി തന്നെ കരുതപ്പെടുന്നു. തോമസ് ലീഹ ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി എന്നതിന്റെ മറ്റൊരു പ്രത്യക്ഷ തെളിവാണ് പാലയൂർ, കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, കോകമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ പുരാതന ക്രൈസ്തവ സമൂഹങ്ങൾ. ഇവ സപ്ത ദേവാലയങ്ങൾ എന്നറിയപ്പെടുന്നു. ബ്രാഹ്മണരുടെ കേന്ദ്രവും യഹൂദരുടെ ഒരു കമ്പോളവുമായിരുന്ന പാലയൂർ എന്ന സ്ഥലത്തെ 32 ഇല്ലക്കാരാണ് ഇവിടെ ആദ്യമായി തോമാസ് ലീഹായിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചത് എന്ന് പാരമ്പര്യമുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ചേരരുടെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ആയിരുന്നു. ഏതാനും മാസം അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. മാർത്തോമാ ലീഹ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റിയും സ്ഥാപിച്ച സഭാ സമൂഹങ്ങളെപ്പറ്റിയും ഒട്ടനേകം പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നു. കേരളത്തിലെ ദീർഘമായ പ്രവർത്തനം പൂർത്തിയാക്കി തോമസ് ലീഹ തമിഴ്നാട്ടിലെത്തി. അവിടെയും അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. ഏതാനും നാളുകൾ അദ്ദേഹം മൈലാപ്പൂരിൽ താമസിച്ചു. ഒത്തിരിയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൈലാപ്പൂരിലെ ചിന്നമലയിൽ അദ്ദേഹം ഒരു കൽക്കുരിശ് സ്ഥാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് പ്രായാധിക്യവും ക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. ഒരിക്കൽ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശത്രുക്കളിൽ ഒരാൾ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. AD 72 ജൂലൈ 3 തോമസ് ലീഹായുടെ മരണവാർത്ത ഞെട്ടലോടെ നാട്ടുകാർ കേട്ടു. ഭക്തജനങ്ങൾ ഓടിക്കൂടി. തോമസ് ലീഹായുടെ പൂജ്യ ശരീരം മൈലാപ്പൂരിൽ കടൽ തീരത്തിന് സമീപം ഒരു ചെറിയ പള്ളിയിൽ പൂജ്യമായി സംസ്കരിച്ചു.